പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എന്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. ബന്ധുക്കളെ, സ്വന്തപ്പെട്ടവരെ, സഹോദരങ്ങളെ, അവരുമായുള്ള ബന്ധങ്ങൾ വഷളായിരിക്കുന്നവരെ, പല പല ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ട് ചെയ്യാൻ പറ്റാതിരിക്കുന്നവരെ, സമൂഹത്തിന് വേണ്ടി ഉന്നത സ്ഥാനങ്ങളിൽ നിന്ന് ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ പാതി വഴിക്ക് നിന്ന് പോയവരെ, ഹോംവർക്കുകൾ ചെയ്യാൻ പറ്റാത്തവരെ, എക്സസൈസ് ചെയ്യാൻ പറ്റാത്തവരെ, ഇനി മുന്നോട്ട് ഒരടി മുന്നോട്ട് നീങ്ങാൻ പറ്റാതിരിക്കുന്നവരെല്ലാം അവരുടെ കെട്ടുകൾ കർത്താവിൻ്റെ നാമത്തിൽ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹ ഉടമ്പടിയിലെ അസ്വാരസ്യങ്ങളുള്ളവരെ, ദമ്പതികൾ പിരിഞ്ഞു പോയവരെ ഒരുമിച്ച് കൂടാൻ ആഗ്രഹിക്കുന്നവരെ, മക്കളെ ഇനി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഉള്ളതുപോലെ ജീവിക്കാൻ വിചാരിച്ച് നിരാശപ്പെട്ട് ഭിത്തിക്ക് കീഴടങ്ങളെ പോലെ ജീവിക്കുന്ന ആൾക്കാർക്ക് മക്കളുണ്ടാകാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ ആശീർവദിക്കുന്നു. അവർ സാക്ഷ്യം പറയാൻ വേണ്ടി 19 മാസം കർത്താവിൻ്റെ നാമത്തെ അനുവദിച്ച് നൽകുന്ന
കർത്താവിൻ്റെ ഉന്നതമായ നാമം സ്വന്തം ചെയ്യുന്നു. ജീവിക്കാൻ മാർഗമില്ലാത്തവരെ, കാർഷിക ഭൂമിയിൽ കടമുള്ളവരെ, മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളെ, അവർക്ക് പുതിയ കാലത്തേക്ക്, പുതിയ ചകര സമയത്തേക്ക് വള്ളവും വരെയും ഒരുങ്ങി വരാത്തവരെ, അതിനുള്ള പണം കിട്ടി അത് പുതുക്കാൻ പറ്റാതിരിക്കുന്നവരെ, അവരെ ഈശോയുടെ നാമത്തെ ആശീർവദിക്കുന്നു. വേണ്ടത്ര തൊഴിലാളികളെ കിട്ടാത്തതിൻ്റെ പേരിൽ, തൊഴിലാളികൾ തൊഴിൽ വേണ്ട പോലെ ചെയ്യാത്തതിൻ്റെ പേരിലും കമ്പനിയിൽ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്നവരെ, അവിടെ കമ്പനികളെ ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു. വേണ്ട മാർക്കറ്റിംഗ് കിട്ടാത്ത കമ്പനികൾ, അതുപോലെ തന്നെ ഓരോ പ്രസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, തൊഴിൽ പ്രസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരെ, അവർക്കതുകൊണ്ടാണ് ന്യൂനതകൾ, പോരായ്മകൾ എല്ലാം കുടുംബത്തിലുള്ളവരുടെയും ഷെയർ ഹോൾഡേഴ്സിൻ്റെയും പടലപ്പിണക്കങ്ങളും തൊഴിൽ കുത്തുകളും മൂലം ചില ആൾക്കാരുടെ തലയിൽ വന്ന് വീണിട്ട് അവർ ഉത്തരം പറയേണ്ട അവസ്ഥ വന്നിരിക്കുന്ന അവസ്ഥകൾ, അതിൽ നിന്ന് എങ്ങനെ കരകയറുമെന്നറിയാൻ പറ്റാതെ വിഷമിക്കുന്ന ഒരു കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിച്ചുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ അവരുടെ സങ്കടങ്ങളെ, അവരുടെ ഭാരങ്ങളെ വിടുതൽ ചെയ്യുന്നു. മക്കൾക്കൂടെ ആശങ്കയുള്ളവർ, മക്കളോർത്ത് പ്രയാസപ്പെടുന്നവർ, മക്കളുടെ പഠനത്തിൽ ഉന്നതമായ വിദ്യാഭ്യാസത്തിന് വേണ്ടി അവർക്ക് വേണ്ട വഴി കാട്ടിക്കൊടുക്കാൻ പറ്റാത്തവർ, അതിനുള്ള പണമില്ലാത്തവർ, പണത്തിൻ്റെ സോഴ്സ് കാണാത്തവരെ ഈ കർത്താവിൻ്റെ അനുഗ്രഹത്തിൽ അവർക്ക് സോഴ്സ് കണ്ടെത്താനും കുഞ്ഞുങ്ങളുടെ എത്തേണ്ട സ്ഥലത്ത് എത്തിക്കാനും ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിക്കാൻ വേണ്ടി കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാപുത്രനും പരിശുദ്ധാത്മാവിനെ നയിക്കുവാമേ. അതായത് നമ്മളെ സംബന്ധിച്ചോളം മനുഷ്യന്മാർക്കൊണ്ട് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഫസ്റ്റ് റെഫറൻസ് ആൾക്കാർ ചെയ്യണത് എന്താണ്? നമുക്ക് പൈസ ഇരിപ്പുണ്ടല്ലോ, അതെടുക്കാമല്ലോ, പറമ്പുണ്ടല്ലോ, അത് വിൽക്കാമല്ലോ, നമുക്ക് പൈസ ഇന്നാൾ തരാനുണ്ടല്ലോ, എടുക്കാമല്ലോ, ബാങ്ക് ലോൺ എടുക്കാമല്ലോ. ഇങ്ങനെ മനുഷ്യന്മാർ ആദ്യമേ തന്നെ അവരുടെ മെറിറ്റിനെ കുറിച്ചാണ് നമ്മൾ ഓവറായിട്ട് കോൺഫിഡൻസ് ആണത്. ഓവർ കോൺഫിഡൻസ് മെറിറ്റിനെ കുറിച്ച് ഉണ്ടാകുമ്പോൾ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ആശ്രയം കുറഞ്ഞിരിക്കും. അതിൻ്റെ ഒരു ജീവിതത്തിൻ്റെ അപകടമാണ്. സംഖ്യ 14:6 ദേശം ഒറ്റുനോക്കാൻ അതുപോലെയുള്ള ദേശങ്ങളില്ല, ഒറ്റുനോക്കാൻ വിട്ടാണ് ആൾക്കാര്. നൂനിന്റെ മകൻ ജോഷുവ ഉണ്ടായിരുന്നു. യഫുന്നയുടെ മകൻ കാലേബ് തങ്ങളുടെ വസ്ത്രം കീറാൻ കാര്യം അറിയാവോ? ഈ അവര് 3ഉം 5ഉം ഒക്കെ ആയിട്ട് 2 ഒക്കെയാണ് പോയത്. 3ഉം 2ഉം 5 അങ്ങനെ 5 പേരുടെ 2 ഗ്രൂപ്പാണ് റിപ്പോർട്ടിങ് വരണത്. റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ദേശം സ്പൈ ഔട്ട് ചെയ്യാൻ പോയിട്ട് റിപ്പോർട്ട് ചെയ്യണത് മോശം ഉണ്ടോ എന്ന് പറയണത് ആദ്യത്തെ ആൾക്കാർ എന്താ പറയണമെന്ന് അറിയാമോ? അവിടെ അനാർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര കിങ് കോങ് ടൈപ്പ് ആൾക്കാരുണ്ടായിരുന്നു, ഗുസ്തി മല്ലന്മാരുണ്ടായിരുന്നു. അവിടെ മക്കളൊക്കെ കൊണ്ട് അവർ നമ്മളെ തിന്നുകളയെന്ന് പറയും, പേടിപ്പിച്ച് കളയും മോശത്തിനവരെ. സംഖ്യ 13, 27, 28 അവർ അവനോട് പറഞ്ഞു, നീ പറഞ്ഞയച്ച ദേശത്ത് ഞങ്ങൾ ചെന്നു പാലും തേനും ഒഴുകുന്നതാണ് ആ ദേശം. ഇതാ അവിടുത്തെ പഴങ്ങൾ. എന്നാൽ അവിടുത്തെ ജനങ്ങള് മല്ലന്മാരാണ്, വില്ലന്മാരും മല്ലന്മാരും. പട്ടണങ്ങൾ വളരെ വിശാലവും കോട്ടകളാൽ ചുറ്റപ്പെട്ടതുമാണ്. മാത്രമല്ല അനാക്കിന്റെ വർഗക്കാരെയും ഞങ്ങൾ അവിടെ കണ്ടു. പേടിപ്പിച്ചു കളഞ്ഞു, മല്ലന്മാരെ കണ്ടു. പക്ഷെ ജോഷുവ എന്താ പറയുന്നത് ചോദിക്കാൻ സ്ഥാനം. ജോഷുവ ഇവിടെ ഉണ്ടായിരുന്ന ആളാണ്. ജോഷുവ അതിനെങ്ങനെ കാണുന്നത്? കവനന്റൽ ഫ്രെയിമിൽ അത് കാണുന്നത്. ജോഷുവ എന്താ പറയുന്നത് ചോദിക്കാതെ വാശി കേട്ടില്ലേ? ദേശം ഒറ്റുനോക്കാൻ പോയവരിൽപ്പെട്ട നൂനിന്റെ മകൻ ജോഷുവയും യഫുന്നയുടെ മകൻ കാലേബും തങ്ങളുടെ വസ്ത്രം കീറി. അവർ ബ്ലാസ്ഫെമിക്കായിട്ടാണ് കീറിയത്. കർത്താവിനെ വിശ്വസിക്കുന്നതിന് പകരം ഇവന്മാർ അവന്മാരുടെ മസിലിൽ വിശ്വസിച്ചു, ശത്രുവിന്റെ മസിലിൽ വിശ്വസിച്ചു. അപ്പൊ അത് ബ്ലാസ്ഫെമിയല്ലേ? അപ്പൊ അവര് സഹിക്കാതെ വസ്ത്രം കീറി. അവർ ഇസ്രായേൽ സമൂഹത്തോട് പറഞ്ഞു, എന്താ പറഞ്ഞു? ഞങ്ങൾ ഒറ്റുനോക്കാൻ പോയ ദേശം അതിവിശിഷ്ടമാണ്. കർത്താവ് നമ്മിൽ സംപ്രീതനാണെങ്കിൽ അവിടുന്ന് നമ്മെ അങ്ങോട്ട് നയിക്കുകയും തേനും പാലും ഒഴുകുന്ന ആ ദേശം നമുക്ക് തരികയും ചെയ്യും.
പറയുകയും ചെയ്യും. നിങ്ങൾ കർത്താവിനോട് മറുതലിക്കരുത്. നിങ്ങൾ കർത്താവിനോട് മറുതലിക്കരുത്. ആ ദേശത്തെ ജനങ്ങളെ ഭയപ്പെടുകയും അരുത്. ദേശത്തെ ജനങ്ങളെ അവർ നമുക്ക് ഇരയാണ്. അവർ നമുക്ക് ഇനി അവർക്ക് രക്ഷയില്ല. കർത്താവ് നമ്മോട് കൂടെയാണ്. കർത്താവ് നമ്മുടെ കൂടെയാണ്. അവരെ ഭയപ്പെടേണ്ടതില്ല. അവരെ ഭയപ്പെടേണ്ടതില്ല. എന്തൊരു രസം കേൾക്കാൻ. അതായത് കർത്താവിനെ കൂടെ നിർത്തുന്നതാണ് ഈ ഉടമ്പടി എന്ന് പറയണത്. ഇപ്പോൾ ഉടമ്പടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ജീവിതം സുവിശേഷ വിഹിതമായി പുനഃക്രമീകരിച്ച് കർത്താവിൻ്റെ പ്രീതിക്ക് പാത്രമാക്കിയെടുക്കുക. അതുകൊണ്ടാണ് നിബന്ധനകളൊക്കെ എല്ലാം വെച്ചിരിക്കുന്നത്. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, രോഗികൾ ശുശ്രൂഷ, നമ്മുടെ വിശുദ്ധീകരണമൊക്കെ വെച്ചിരിക്കുന്നത് എന്തിനാണ്? കർത്താവിന് പ്രീതികരമായ രീതിയിലേക്ക് ജീവിതം പുനഃക്രമീകരിക്കുക. അപ്പോൾ എന്തു ചെയ്യും? കർത്താവ് നമ്മൾക്കത് ഏൽപ്പിച്ച് തരുമെന്ന്. അത് മോസസിന് ഇടയ്ക്ക് തന്നെ കിട്ടിയിട്ടുള്ളതാണ്. കർത്താവ് ഇപ്പോൾ പുറപ്പാട് 14 എല്ലാവരും പറയുന്ന വചനമില്ല. എന്താണ്? കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മൗനമായിരുന്നാലും മതിയെന്ന് 14 വായിക്കണില്ലേ? അത് തന്നെ അതും ഉടമ്പടി വചനമാണ്. അതായത് ഈ അനാർക്കിൻ്റെ മല്ലന്മാരെ ജോഷുവയും കണ്ടതാണ്, പക്ഷെ പേടിച്ചില്ല. അതുകൊണ്ടാണ് ജനങ്ങളോട് പറയണത്, നിങ്ങൾ പണി ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ പ്രതിയോഗികളെ കണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ രോഗം കണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കടങ്ങളെ കണ്ട്, ജപ്തി നോട്ടീസ് കണ്ട്, വിൽക്കാത്ത സ്ഥലങ്ങളെ കണ്ട്, അയൽവാസികളുടെ കേസ് കണ്ട് പേടിക്കരുത്. പിന്നെന്താണ്? ദൈവത്തോട് നിങ്ങൾ മലതിരിക്കുകയും ചെയ്യരുത്. ഇപ്പം നമ്മൾ ഉടമ്പടിയുടെ വില്ലന്മാരെ കുറിച്ച് പറയുന്ന സമയത്ത് ദൈവത്തിൻ്റെ ഉടമ്പടി ഇടക്കുള്ള വില്ലൻ ആരായിരുന്നു? ലോത്തായിരുന്നു. ലോത്തിനെ പേടിച്ചു. ആര്? എബ്രാഹമല്ലേ, സാറാ പേടിച്ചു. എങ്ങനെ പേടിച്ചു? എബ്രാം വയസ്സായും പ്രായമായിട്ടിരിക്കുന്ന ആൾ മരിച്ചുപോയ ഭയങ്കര ഗുണ്ടയെ ലോത്ത് ഇവരെ കൊന്നുകളയും, ഈ സ്വത്തെല്ലാം അടിച്ചു മാറ്റും. അതുകൊണ്ട് എബ്രാഹത്തിനോട് പറഞ്ഞ്, നിങ്ങളിനി കാത്തിരിക്കേണ്ട, ഹാഗറിനെ പ്രാപിക്കുക, പിള്ളേർ ജനിക്കണം, പിള്ളേരില്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറയും. പേടിച്ചു പോയി. സാറായി ലോത്തിനെ പേടിച്ചു. അത് പറഞ്ഞുകൊണ്ട് തന്നെ എബ്രാഹത്തിനെ പേടിപ്പിച്ചു. അങ്ങനെയാണ് അവർ ഹാഗറിനെ പ്രാപിക്കുന്നത്. അവർ എബ്രാഹം പേടിയുണ്ട് അവിടെ. ഇതിൻ്റെ വരുന്നൊരു വിഷയം, 2 കാര്യങ്ങൾ ഉടമ്പടി പാടില്ല. എന്തൊക്കെയാണ്? പേടി പാടില്ല. അയ്യോ ഞാനൊന്നും പഠിച്ചിട്ടില്ലോ, തോക്കുവോ നമ്മൾ കൈകൊടയല്ലേ. അങ്ങനെയല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ കുഞ്ഞുങ്ങൾ സാക്ഷ്യം പറഞ്ഞ് ഒരു പുണ്യ സാക്ഷ്യം നിങ്ങൾ കേട്ടില്ലേ? IAM-ൽ ഞാൻ 2 ആഴ്ചയ്ക്ക് പഠിക്കാൻ പറ്റില്ല, പക്ഷേ ഞാൻ പേടിച്ചില്ല. എന്താ കാര്യം? ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ നീ പരീക്ഷ കൊണ്ട് ഉണ്ടാകുമല്ലോ, എനിക്ക് അടയാളം വേണം, അമ്മ ഉണ്ടെന്നുള്ളതിനെ. പേടിച്ചില്ല. അതാണ് പേടിക്കാതിരിക്കുന്നതും. പിന്നെ എന്ത് ചെയ്യണം? ദൈവത്തോട് മറുതലിക്കാതിരിക്കണം. 2 സംഭവം ഉണ്ടെങ്കിൽ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ പറ്റും. ഒന്നെന്താണ്? പ്രതിയോഗികളെ നമ്മൾ എന്തിനു വേണ്ടിയാണോ ഉടമ്പടി എടുത്തിരിക്കുന്നത്, എന്തിനെ പ്രതിരോധിക്കാനാണോ, അതിനെ നമ്മൾ പേടിക്കരുത്. പ്രൈസ് ലോ. സമാധാനമായിട്ട് ഇരുന്ന് കേൾക്കുക. ഞാൻ കുറച്ച് സമയം എടുക്കുകയുള്ളൂ. അപ്പോൾ സന്തോഷമായിട്ട് സമാധാനമായിട്ട്, ഇവിടെയാണ് സമാധാനമുള്ളത്. ദൈവത്തിൻ്റെ മുമ്പിൽ എപ്പോഴും സന്തോഷമായിരിക്കുക. സന്തോഷമായിട്ട് ഇരിക്കാനുള്ള കാരണമുണ്ട്. അതാണ് നമ്മുടെ ദൈവത്തിൻ്റെ മുകളിലുള്ള വിശ്വാസം. ഈശോയിൽ എന്താ വിശ്വാസം? എപ്പോഴും ഞാൻ പറയുന്ന പോലെ, നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നതോ ഉത്കണ്ഠയോടെ നമ്മൾ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഈശോ അറിയാതെ നമ്മളെ ജീവിതത്തിലേക്ക് വരില്ല. ഈശോയ്ക്ക് എല്ലാം അറിയാം. ഈശോനെ കൊണ്ട് നമ്മളെ പ്രശ്നങ്ങൾക്ക് എല്ലാം പരിഹാരം സാധ്യമാണ്. അസാധ്യമായത് ഒന്നും തന്നെ ഇല്ല ദൈവത്തിന്. അതാണ് വിശ്വാസം. മൂന്നാമത്തത്, ഇപ്പോൾ ഈശോ അറിഞ്ഞുകൊണ്ട് നമുക്ക് എന്തെങ്കിലും സഹനം തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ നന്മയ്ക്കായി ദൈവം മാറ്റും. അതുതന്നെയാണ് സന്തോഷത്തിൻ്റെ കാര്യം. 1 തെസ്സലോണിയ 5:16 ദൈവം എപ്പോഴും പറയണത്, എപ്പോഴും സന്തോഷമായിരിക്കുക. എപ്പോഴും സന്തോഷമായിരിക്കുന്നത് തന്നെയാണ് ഈശോയിലുള്ള വിശ്വാസം. അതുമാത്രമല്ല, നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ഉടമ്പടി എടുക്കാൻ വന്നിട്ടുള്ളതും എടുത്തവരെല്ലാം
ഈശോയായിട്ട് സ്വകാര്യ ബന്ധമുള്ളവരാണ്, ദൈവമായിട്ട് ബന്ധമുള്ള ജനങ്ങളായ മാറും. അപ്പോൾ അത് എപ്പോഴും സന്തോഷിക്കുക. ഉടമ്പടി എടുത്തുകൊണ്ടും എടുക്കാൻ പോകുന്നത് കൊണ്ടും ഉടമ്പടിയിലായതുകൊണ്ടും നമ്മൾ എപ്പോഴും സന്തോഷമായിരിക്കണം. ദൈവത്തിൻ്റെ സ്വന്തം മക്കളാണ്. നമുക്ക് പിന്നെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ഈ കുറവുകളും പൂർണ്ണതയില്ലാതെ സംഭവിക്കുന്നതിൻ്റെയൊക്കെ കാരണം എല്ലാത്തിനും നമുക്ക് എപ്പോഴും ഒരു പൂർണ്ണത തോന്നിക്കില്ല. സന്തോഷത്തിലായാലും സമാധാനത്തിലായാലും അതേപോലെ ആരോഗ്യത്തിലാണെങ്കിലും നമ്മൾ സാമ്പത്തിക മേഖലയിലാണെങ്കിലും പ്രാർത്ഥന ജീവിതത്തിലാണെങ്കിലും ഇതെല്ലാം നമുക്ക് എപ്പോഴും കുറവുണ്ടാകും. ആ അപൂർണത ദൈവം ആഗ്രഹിക്കുന്നത് മത്തായി 5:48 ദൈവം പൂർണ്ണതയിൽ ഉള്ളതുപോലെ നമ്മളും പൂർണ്ണതയിൽ ജീവിക്കണം. സന്തോഷമാണെങ്കിൽ അത് പൂർണ്ണതയായിരിക്കും, പെർഫെക്റ്റ് ആയിരിക്കണം. ബി പെർഫെക്റ്റ്. എപ്പോൾ നോക്കിയാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറവ്. അത് ആ വിശ്വാസത്തിൻ്റെയും കുറവ് എന്നതിൻ്റെ കാരണം അത് മാർക്ക് 11:24 നോക്കുമ്പോൾ ഈശോ പറയുന്നത്, നീ എന്തെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ അത് ലഭിച്ചെന്ന് പറഞ്ഞ് വിശ്വസിക്കുക, നിനക്കത് ലഭിക്കും. പക്ഷെ അതിൻ്റെ കൂടെ ചേർത്ത് അതിലൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. നിനക്ക് ആരെങ്കിലായിട്ട് വിഷമമുണ്ടെങ്കിൽ, ക്ഷമിക്കാനുണ്ടെങ്കിൽ അവരെ ക്ഷമിച്ചിട്ട് വേണം നീ പ്രാർത്ഥിക്കാൻ. എന്നാലേ വിശ്വാസം പൂർണ്ണതയിലേക്ക് എത്തുള്ളൂ. ഇതൊരു അനുസരണയാണ്. നമ്മെല്ലാവരും വിശ്വസിക്കും, പക്ഷേ അത് പൂർണ്ണതയിൽ ഉള്ള വിശ്വാസമാണോ ഇല്ല എന്നുള്ളത് അത് ദൈവമാണ് അനലൈസ് ചെയ്യണത്. അത് അപൂർണതയിൽ ഉള്ളതിൻ്റെ കാരണം നമ്മൾ ക്ഷമിക്കാനൊക്കെ ബോധപൂർവം ബാക്കി വയ്ക്കും, ആരെയും ക്ഷമിക്കില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചിട്ടോ എത്ര പ്രാർത്ഥിച്ചിട്ടോ അത് പൂർണ്ണതയിൽ അനുഭവം ലഭിക്കാത്തത്, അത് ശ്രദ്ധിക്കണം. അത് അവബോധമില്ലാത്തതുകൊണ്ടാണ്, ബോധ്യമില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ക്ഷമിക്കാൻ സാധിക്കാത്തത്. എങ്ങനെയാണ് ക്ഷമിക്കുക? പലവർക്കും ക്ഷമിക്കാറിയില്ല. എങ്ങനെ ക്ഷമിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ ക്ഷമിക്കാൻ സാധിക്കില്ല. ഇങ്ങനെ മുറിവായിട്ട് ഇങ്ങനെ ഇരിക്കും. കാണുമ്പോൾ കൂടുതൽ ദേഷ്യവും. ക്ഷമ ചോദിച്ച് പോകാമെന്ന് പറയുമ്പോഴാണ് പലവരും പല സാഹചര്യത്തിൽ നമുക്കറിയാം. ഇന്ന് ഭർത്താവിനോട് ക്ഷമ ചോദിക്കുക, അല്ല ഭാര്യയോട് ക്ഷമ ചോദിക്കുക, അല്ല അടുത്തുള്ളവരോട് ക്ഷമ ചോദിക്കുക എന്ന് പറഞ്ഞ് പോകുമ്പോഴാണ് നേരത്തേക്കാളും കൂടുതൽ വിരോധം ഉണ്ടാകുക, ദേഷ്യം കൂടുതൽ വരിക. ക്ഷമ ചോദിക്കാൻ പോയിട്ട് കൂടുതൽ ചീത്തയും വിളിച്ചുകൊണ്ട് തിരിച്ചു വരും. പ്രൈസ് ദി ലോർഡ്. അത് ആ അവബോധം ഇല്ലാത്തതുകൊണ്ടാണ്. എൻ്റെ ഞായറാഴ്ച ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു ഉദാഹരണം, നമുക്കൊരാൾ ഒരു കാറ് ഗിഫ്റ്റായിട്ട് തന്ന്, ആലോചിച്ചോ, നമുക്കൊരു കാറ് തന്നെന്ന് വെച്ചോ. കാറ് തരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഒരു 10-15 ലക്ഷം രൂപയുടെ കാറാണ് നമുക്ക് ഫ്രീ ആയിട്ട് തന്ന്. നിനക്ക് വണ്ടിയില്ലല്ലോ, നീ ശരിക്കും ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ നമ്മളോട് കരുണ തോന്നി, അയാൾ നല്ല സമ്പത്തുള്ളവനാണ്, അയൽക്കാരനാണ്, നമുക്കൊരു വണ്ടി തന്ന്. ഇല്ല, നമുക്ക് പരിചയമുള്ളതാണ്, അയൽക്കാരനൊന്നുമില്ല, നമുക്ക് പരിചയമുള്ളതാണ്, അയാൾക്ക് നമ്മളറിയാം. അപ്പോൾ നമ്മൾ വന്നിട്ട് പറയുക, ഞാൻ കുറച്ച് പേർക്ക് കാറ് കൊടുക്കാമെന്ന് വിചാരിച്ച് നിനക്ക് തരുകയാണ്. നമ്മൾ കാറും ഡ്രൈവ് ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞ് ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴത്തേക്കും സിഗ്നലിൽ നമ്മൾ മര്യാദയ്ക്ക് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറൊരു പയ്യൻ വന്നിട്ട് കാറ് ബാക്കിൽ കൊണ്ടുവന്ന് അടിച്ച്, അവൻ റോങ് സൈഡിൽ കൂടി വന്നിട്ട് അടിച്ച്, എന്നിട്ട് നിർത്താതെ അങ്ങോട്ട് പോയി. നിർത്താതെ പോയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? സാധാരണഗതിയിൽ എന്ത് ചെയ്യും? നമ്മൾ കാറടിച്ച് പൊട്ടിച്ചിരിക്കുക, ആ ലൈറ്റൊക്കെ പൊളിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഒന്നില്ലെങ്കിൽ കാറ് നിർത്തിയിട്ട് വേറെ ബൈക്ക് എടുത്ത്, അല്ലെങ്കിൽ അവനെ പിന്തുടർന്ന് പോയിട്ട് ബാക്കിൽ പോയിട്ട് അവനെ ചീത്ത വിളിക്കുകയോ അടിക്കുകയോ ചെയ്യും. അതാണ് ഈ ദേഷ്യം.
ആ മുറിവ് ഹൃദയത്തിലുള്ളത്. പക്ഷേ അമ്മ അവനെ പിന്തുടർന്ന് പോയി. അവനെങ്ങനെ പിടിച്ചു നിർത്തുമ്പോഴത്തേക്കും ഒരാൾ ഓടി വന്ന് എൻ്റെ മകനാണെന്ന് പറഞ്ഞ്, ആ ആളാണ് നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് അവനാണ് നിങ്ങൾക്ക് ഈ ഫ്രീ ആയിട്ട് ഈ കാറ് തന്നത്. അപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരുവാ? ദേഷ്യം വരില്ല. അപ്പോൾ നമ്മൾ എന്ത് പറയും? അവൻ തെറ്റ് ചെയ്താലും നമ്മൾ പറയും അവൻ അറിയാതെ ചെയ്തു പോയതാണ്, അവനോട് ക്ഷമിക്കണം. അതിനല്ലേ പറയുള്ളൂ, നമുക്ക് ഫ്രീ ഗിഫ്റ്റാണ് ഈ ജീവിതം. നമുക്ക് ദൈവം തന്ന ദാനമാണ്, ഫ്രീ ആയിട്ടുള്ള ദാനമാണ്. ഈ ലോകത്തിലുള്ള എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ ഒരാൾ നമ്മളോട് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദൈവം ഓടി വരും. നമ്മൾ അവനോട് ദേഷ്യപ്പെടുമ്പോഴോ, തെല്ലാൻ പോകുമ്പോഴോ, ചീത്ത വിളിക്കുമ്പോഴോ, നിങ്ങളെ ഭാര്യയെ പറയുമ്പോഴോ, ഭർത്താവിനെ പറയുമ്പോഴോ, അയൽക്കാരെ പറയുമ്പോഴോ ദൈവം ഓടി വരും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കും, ദൈവത്തെ കണ്ടിട്ട് ഇത് ദൈവത്തിൻ്റെ മകനാണല്ലോ, ഞാൻ എന്തിനാ അവൻ എന്നെ ദ്രോഹിച്ചതോ അത് എൻ്റെ ഇല്ല, എനിക്ക് നഷ്ടം വരുത്തിയതൊന്നും എൻ്റെ ഇല്ല. ചിലവർ എൻ്റെ സമ്പത്ത് പറ്റിച്ചിട്ടുണ്ടാകാം, ഇല്ല അതിർത്തി പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാകാം, ഇല്ല നമ്മളുടെ കുറച്ച് മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടാകാം. നമ്മളെ അഭിമാനമൊന്നും നമ്മളുടെ ഇല്ല. ഇതെല്ലാം നമുക്ക് ദൈവം തന്ന ദാനമാണ്. ദൈവം തന്ന ദാനത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അത് നമ്മളുടെ ഇല്ല, അത് ദൈവത്തിനാണ് ബാധിക്കുന്നത്. ആ ഒരു ബന്ധം കീപ്പ് ചെയ്യണം. ഞാൻ ഈ കാറിൻ്റെ ഉദാഹരണം പറഞ്ഞ പോലെ ദൈവം അവിടെ നിൽക്കുകയാണ്, ഇതെൻ്റെ മകനാ ചെയ്തത്. അതുകൊണ്ടാണ് ഈശോ കുരിശിൽ ധരിച്ചപ്പോൾ ഈശോ കുരിശിൽ വെച്ച് പറഞ്ഞത്, പിതാവേ അവരോട് ക്ഷമിക്കണേ, അവരെന്ത് ചെയ്യുന്നെന്ന് അവരറിയുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ദൈവസ്നേഹം. പ്രൈസ് ദി ലോർഡ്. അത് എപ്പോഴും ശ്രദ്ധിക്കണം. ഒരാൾ നമ്മളോട് തെറ്റ് ചെയ്താൽ ഇത് ദൈവം അറിയാതെ സംഭവിക്കില്ല. ദൈവം അറിഞ്ഞുകൊണ്ട് അത് അനുവദിച്ച് തന്നത് എന്താ? അപ്പോൾ നമ്മളെ കാറ് റിപ്പയറായി കഴിയുമ്പോൾ നമ്മൾ പറയുകയാണ്, നമുക്ക് ദാനമായിട്ട് തന്ന ആളോട് പറയുകയാണ് അത് അവൻ അറിയാതെ ചെയ്തു പോയെന്ന്. അയാളത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് അതിനേക്കാളും നല്ലതൊരെണ്ണം തരും. അന്ന് കാറ് മുട്ടിയത് കൊണ്ട് അയാൾ എന്ത് ചെയ്യോ, ഇയാളെൻ്റെ മകനെ ക്ഷമിച്ചല്ലോ എന്ന് പറഞ്ഞ് നമുക്ക് തന്നിരുന്നത് 15 ലക്ഷമാണെങ്കിൽ അതൊരു 10-25 ലക്ഷത്തിൻ്റെ വേറെ പുതിയ കാറ് നമുക്ക് തരും. അതുകൊണ്ട് സംഭവിക്കുന്നതല്ല, നമ്മളത് നന്മയ്ക്കായി ദൈവം മാറ്റും. ദൈവം ആഗ്രഹിക്കുന്ന ഇത്രയേ ഉള്ളൂ, ദൈവസ്നേഹമാണ്. ദൈവത്തെ നീ തിരിച്ചറിയണം. എല്ലാം ഞാൻ അറിഞ്ഞുകൊണ്ടാണ് പിന്നെ നമുക്കൊരു പ്രതികൂല സാഹചര്യം വരുമ്പോഴത്തേക്കും നമ്മൾ മറക്കും ദൈവത്തിനെ. ഇത് ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ, ചിലപ്പോൾ എൻ്റെ തെറ്റുകൊണ്ട് വന്നാൽ, എൻ്റെ പാവം കൊണ്ട് വന്നാൽ, ഇല്ല അയാൾ എന്നെ ദ്രോഹിച്ചതാണ്, അങ്ങനെ അതൊരു തടസ്സമായിട്ട് നിൽക്കും. നമ്മളെ പൂർണ്ണതയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കാതെ വരും. അപ്പോൾ വിശ്വാസം പൂർണ്ണതയിലായിരിക്കണം, അനുസരണ പൂർണ്ണതയിലായിരിക്കണം, പ്രാർത്ഥന പൂർണ്ണതയിലായിരിക്കണം, നമ്മളെ സന്തോഷം പൂർണ്ണതയിലായിരിക്കണം. അപ്പോൾ ഇത് നമ്മ ഇതെല്ലാം ചെയ്യും, പക്ഷെ അത് പൂർണ്ണതയിലാണെന്നറിയില്ല. എവിടെയോ കുറവുണ്ട്, ജീവിതത്തിലെല്ലാം കുറവുണ്ട്. ക്ഷമിക്കാൻ കുറവുണ്ട്, പ്രാർത്ഥിക്കാൻ കുറവുണ്ട്, സ്നേഹിക്കാൻ കുറവുണ്ട്, ജീവിതം ആസ്വദിക്കാനും കുറവുണ്ട്. എപ്പോഴും എന്തിനാ ജീവിക്കണം എന്നറിയില്ല, കാലത്തെ ആവണോ, റുട്ടീനായിട്ട് ഇങ്ങനെ പോകണം, ഒന്നിലും ഒരു സന്തോഷമില്ലായ്മ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പൂർണ്ണതയിൽ എത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 1 കൊരിന്ത്യർ 13:10 പൂർണ്ണത നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അപൂർണതയെല്ലാം വിട്ടുപോകും. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ഫോർമുല. നമ്മുടെ ജീവിതത്തിലേക്ക് പൂർണ്ണതയെ കൊണ്ടുവരണം. അപ്പോൾ അപൂർണത വിട്ടുപോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ സിമ്പിളായിട്ട് പ്രാക്ടിക്കലായിട്ടാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ പ്രാക്ടിക്കലായിട്ട് ദൈവം കുറേ കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഉടമ്പടി എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കലായിട്ട് ചെയ്യണം. ഇല്ലാതെ ഇത് ഒരു നിയോഗം പോലെ അങ്ങനെ ചെയ്തു പോകരുത്. ഇത് എല്ലാവരും ചെയ്യണം. ഈ ചിലവർ മെഴുതിരി കത്തിക്കില്ല. 9 ആഴ്ച മെഴുതിരി കത്തിച്ചാൽ അത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ അതെന്താ? മെഴുതിരി കുറേ കത്തും, അത് മെഴുതിരി കത്തിച്ചില്ലെങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഞങ്ങൾക്ക് കിട്ടും, പക്ഷെ ബന്ധം ഉണ്ടാവില്ല ദൈവമായിട്ട്.
അപ്പോൾ അങ്ങനെയാകരുത്. ഇത് ദൈവവചന അനുസരണയാണ്. ഞാൻ എപ്പോഴും ദൈവം ആഗ്രഹിക്കുന്ന നമ്മൾ പരിപൂർണതയിൽ ജീവിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ജീവിതം അങ്ങനെ തന്നെ മാറും, മൊത്തം മാറും. ഇപ്പം ജീവിക്കുന്ന ജീവിതമില്ല, നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും മൊത്തം മാറും. നിങ്ങളെ കാണുമ്പോൾ മറ്റുള്ളവർ ആഗ്രഹിക്കുക എനിക്ക് ഈ ജീവിതം ജീവിക്കുന്നുമല്ലേ. ഇതെങ്ങനെയാണ്? 5-ാം അധ്യായം 8-9 5-ാം അധ്യായം 8-9. അത് ദൈവപുത്രനായിട്ട് പോലും ദൈവം സഹനം വഴി അനുസരണ പഠിപ്പിച്ച ഈശോയ്ക്ക് സഹനം വഴി പഠിച്ചത് എന്താണ്? സഹനം കിട്ടിയപ്പോൾ അനുസരണയായിരുന്നു അതിലിരുന്ന് കിട്ടിയത്. അനുസരണ ഉണ്ടെങ്കിൽ പൂർണ്ണതയിലേക്ക് എത്തും. അതാണ് ഹെബ്രിയ 5:9 പറയണത്. ദൈവപുത്രനായിട്ട് പോലും സഹനം വഴി അനുസരണ പഠിച്ച. നമുക്ക് ഇപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമുക്കൊരു സഹനം വന്നാൽ അത് ദൈവവചന അനുസരിക്കാൻ ദൈവം തരുന്ന ഒരു അവസരമാണ്. പ്രൈസ് ദി ലോർഡ്. ഇല്ലാതെ സഹനം വന്നു കഴിഞ്ഞാൽ സങ്കടപ്പെട്ട് കരയാനുള്ളതില്ല. അപ്പം നോക്കണം നമുക്ക് ആരെങ്കിലും ക്ഷമിക്കാനുണ്ട്. ദൈവം നമ്മളോട് ക്ഷമിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ക്ഷമയോട് കാത്തിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവർക്ക് സഹായിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറഞ്ഞിരിക്കുക. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് എങ്ങനെയാണ്? കരഞ്ഞുകൊണ്ടില്ല. എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ ദൈവം ശക്തനാണ്, എല്ലാം സാധ്യമാണ്. അത് പറയാൻ സാധിക്കണം, പിറുപിറുക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പോൾ ഒരു സഹനം ദൈവവചനം അനുസരിക്കാനേ തരണം. അത് നിയമവർത്തനം 8-ാം അധ്യായം 2 ഇസ്രായേൽ ജനങ്ങളെ ദൈവം മരുഭൂമി കൂടി അയച്ചത്. ദൈവം പറയുകയാണ്, ഞാൻ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ മരുഭൂമി ജീവിതം എന്ന് വെച്ചാൽ സഹനത്തിലേക്ക് കൂടി കടന്ന് അവർ പോയത്. ഞാൻ അനുവദിച്ചത് അവർ എൻ്റെ വചന അനുസരിക്കുക ഇല്ല എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അനുസരണയ്ക്ക് വേണ്ടിയിട്ടാണ് സഹനം നമ്മളെ ജീവിതത്തിലേക്ക് ദൈവം തരുന്ന. ഇതൊരു ബോധ്യം വേണം. അപ്പോൾ ഒരു സഹനം നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ നമുക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യം നടന്നു കഴിഞ്ഞാൽ അതെല്ലാം സഹനമാണ്. അതിൽ പേടിക്കരുത്. അപ്പോൾ വിചാരിക്കണം, എന്നെ അനുസരണയിലേക്ക് ദൈവം വിളിക്കുകയാണ്, ദൈവവചനം അനുസരിക്കാൻ വിളിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അനുസരണ വഴി നമ്മളെ ജീവിതത്തിലേക്ക് പൂർണ്ണത വരും. ഹെബ്രിയ 5:9 അതാണ്. ഈശോ അനുസരിച്ചുകൊണ്ടാണ് പൂർണ്ണനായത്. അത് ദൈവം നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതെങ്ങനെയാണ് വരിക? അനുസരണ ഇല്ലെങ്കിൽ, അനുസരണ മാത്രം നമുക്ക് വെറുതെ നമ്മൾ പിള്ളേരെ പഠിപ്പിക്കുക, ഇതേ ദൈവവചനം അനുസരിക്കുക. ആരെങ്കിലും നിന്നെ ചീത്ത വിളിച്ചാലോ നിന്നെ ദ്രോഹിച്ചാലോ അവർക്ക് വേണ്ടി റോമ 12:14 പറയുന്ന ദൈവവചനം എന്താ പറയുന്നത്? നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ശപിക്കരുത്, അവരെ അനുഗ്രഹിക്കുന്നു. അത് സാധിക്കില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതിന് കൃപ വേണം. കൃപ വേണമെന്നുള്ളത് കൊണ്ട് അനുസരണയ്ക്ക് കൃപ വേണം. അതുകൊണ്ടാണ് നമുക്ക് നേരിട്ട് അനുസരിക്കാൻ ദൈവം അനുഗ്രഹിച്ചാൽ പോരെ, ഇല്ല, കൃപ വേണം. കൃപ കിട്ടുന്നത് സഹനം വഴി മാത്രമാണ്. അത് 2 കൊരിന്ത്യർ 12:9-10. അപ്പോൾ സഹനം ഉണ്ടായിരിക്കണം. സഹനം നമ്മുടെ നന്മയ്ക്കാണ്, അത് മനസ്സിലാക്കണം. എന്താണെന്നാൽ 2 കൊരിന്ത്യർ 12:9-10 പറയുന്നത്, നിൻ്റെ സഹനത്തിൽ, നിൻ്റെ ബലഹീനതയിൽ എൻ്റെ കൃപ അധികമായിരിക്കും. അപ്പോൾ സഹനം തന്നത് ദൈവനാമത്തിലെ ഏറ്റെടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കൃപ കിട്ടും. ആ കൃപ വഴിയാണ് നമുക്ക് അനുസരിക്കാൻ സാധിക്കുക. ദൈവവചനം അനുസരിക്കണമെങ്കിൽ സാധാരണയായിട്ട് സാധിക്കില്ല, വെറുതെ കിട്ടില്ല. നമ്മൾ പിറുപിറുക്കാതെ ഒരു സഹനം വരുമ്പോൾ നന്ദി പറയണം ആദ്യം. ദൈവമേ, ഇതെന്നെ അനുസരണ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് തന്നത്, ഇത് നീ അറിഞ്ഞുകൊണ്ടാണ് എനിക്ക് വന്നിരിക്കുന്നത്. എന്തു തന്നെ ആയിക്കോട്ടെ, എത്ര വലിയ നഷ്ടമായിക്കോട്ടെ, ഈ ലോകത്തിൽ നിങ്ങൾക്ക് തോന്നാൻ ഇനി ജീവിക്കാൻ സാധിക്കില്ല, അതുപോലത്തെ ഒരു സഹനമാണ് വന്നിരിക്കണമെങ്കിലും നിങ്ങൾ നന്ദി പറഞ്ഞ് ഏറ്റെടുക്കണം. പിറുപിറുക്കാതെ കാത്തിരിക്കണം. ഇങ്ങനെ കാത്തിരിക്കുമ്പോഴത്തേക്കും കൃപ നിറയും. നിങ്ങളറിയാതെ കൃപ കാണാൻ പറ്റില്ല, നിങ്ങളകത്ത് ദൈവശക്തി നിറയും. കൃപയെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ്. അത് നിറയും. അത് നിറഞ്ഞു കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ ശ്രമിക്കണം, ദൈവവചനം അനുസരിക്കാൻ ശ്രമിക്കണം. ദൈവവചനം അനുസരിക്കുമ്പോൾ അപ്പം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്ത് സംഭവിക്കും? നിങ്ങളുടെ ജീവിതത്തിലേക്ക് പൂർണ്ണത വരും. പൂർണ്ണത ആരാ? ഈശോ തന്നെ വരും. അതാണ് ഈശോ പറയണത്. യോഹന്നാൻ 14:23 പറയണത്, 14:23 എൻ്റെ വചനം അനുസരിക്കുന്നവർ എന്നെ സ്നേഹിക്കും, എന്നെ സ്നേഹിക്കുന്നവരിൽ
ഞാനും എൻ്റെ പിതാവും വന്ന് വസിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവവചന അനുസരണ ദൈവസ്നേഹമാണ്. ദൈവവചനം അനുസരിക്കുമ്പോൾ പിതാവ് പുത്രനും വന്ന് ഈശോയും വന്ന് നമ്മളിൽ വസിക്കും. വസിക്കുമ്പോൾ പൂർണ്ണതയാണ് വസിക്കുന്നത്. ദൈവമാണ് പൂർണ്ണത. പെർഫെക്റ്റ് ഈസ് ഗോഡ്. 5:48 പറയണത്, മത്തായി 5:48 പറയണത്. അപ്പോൾ ദൈവം വസിക്കുമ്പോൾ അത് 1 കൊരിന്ത്യർ 13:10 അവിടെ സംഭവിക്കും. അപൂർണത എല്ലാം വിട്ടുപോകും. നിങ്ങളുടെ ജീവിതത്തിൽ നോക്കുമ്പോഴത്തേക്കും ചെറിയ ചെറിയ കടങ്ങൾ, വലിയ കടങ്ങൾ, അതെല്ലാം പതുക്കെ പതുക്കെ വിടും. അതാണ് ഉടമ്പടി. ദൈവം വന്ന് വസിക്കണം, നമ്മളിലേക്ക് വസിക്കണം. അതിന് ഈ മെത്തേഡാണ്, അനുസരണയാണ്. ദൈവവചനം അവൻ പറയുന്നത് ചെയ്യുക എന്ന് പറയണത് ദൈവവചനം അനുസരിക്കാനാണ്. അതിന് സഹനത്തെ ഏറ്റെടുക്കണം, എന്നിട്ട് ദൈവവചനം അനുസരിക്കാൻ ശ്രമിക്കണം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ദൈവം നമ്മളിലേക്ക് വസിക്കുമ്പോൾ അപൂർണതയെല്ലാം വിട്ടുപോകും. കുട്ടികളുടെ രോഗം വിട്ടുപോകും. നിങ്ങളുടെ ജീവിതത്തിലുള്ള കുറവുകളെല്ലാം വിട്ടുപോകും. പ്രാർത്ഥിക്കാൻ സാധിക്കും. ഇപ്പം നമ്മൾ ഉടമ്പടി എടുത്തിട്ടും പ്രാർത്ഥിക്കാൻ സാധിക്കാത്തത് ഇതുകൊണ്ടാണ്. ക്ഷമിക്കാൻ സാധിക്കാത്തത് ബോധ്യമില്ലാത്തത് കൊണ്ടാണ്. ആ സഹനം, അവർ തന്ന സഹനത്തെ നമുക്ക് ഏറ്റെടുക്കാൻ വയ്യ. ഏറ്റെടുക്കണമെങ്കിൽ നിനക്കൊരു ബോധ്യം ഉണ്ടാകണം. ഇത് ദൈവം അറിഞ്ഞുകൊണ്ടാണ് നിനക്ക് സംഭവിച്ചിരിക്കണം. ദൈവം അറിയാതെ ഒരാൾക്ക് നിന്നെ തൊടാൻ സാധിക്കില്ല, നിന്നെ നോക്കാൻ സാധിക്കില്ല, നിനക്കെതിരെ നാവ് പൊങ്ങില്ല. ദൈവം അനുവദിച്ച് തന്നതുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. നമുക്ക് മുറിവുകളുണ്ടാവും. നമ്മളെ ഭാര്യ ഇങ്ങനെ പറഞ്ഞല്ലോ, ഭർത്താവ് ഇങ്ങനെ പറഞ്ഞല്ലോ, നമ്മളോട് അമ്മ ഇങ്ങനെ ചെയ്തല്ലോ, അമ്മായിയമ്മ ഇങ്ങനെ ചെയ്തല്ലോ എന്ന്. അവരുടെ നാവ് പൊങ്ങില്ല ഈശോ അനുവദിക്കാതെ. പ്രൈസ് ദി ലോർഡ്. ഈശോ അനുവദിക്കണത് നിന്നെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നീ മനസ്സിലാക്കണം. അതാണ് ദൈവസ്നേഹം. അപ്പോൾ ദൈവസ്നേഹം നിറയുമ്പോൾ ദൈവം എപ്പോഴും സംരക്ഷണമായിരിക്കും നിനക്ക്. പ്രൈസ് ദി ലോർഡ്. ഇത് എപ്പോഴും ദൈവത്തെക്കുറിച്ചൊരു വിചാരം നമുക്ക് ഉണ്ടാകും. ഞാൻ എൻ്റെ ഇപ്പോൾ ഷാർജ ധ്യാനത്തിന് അച്ഛൻ്റെ കൂടെ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ ഞായറാഴ്ച എൻ്റെ കോയമ്പത്തൂർ പ്രാർത്ഥനാ സെൻ്റർ ഉണ്ട്. എനിക്ക് ഒരു 10 ഏക്കറിലാണ് ഞങ്ങൾ ഹോളൊക്കെ കെട്ടി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ തൊട്ടടുത്ത ഭൂമിയും എൻ്റെ തന്നെയാണ്. അവിടെ ഞാൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. വില്ലാസ് കെട്ടാൻ വേണ്ടിയിട്ട് അത് ക്ലീൻ ചെയ്ത് അതിന് റോഡിട്ട് ഡ്രെയിനേജൊക്കെ ഇട്ട് അത് ഗവൺമെൻറ് അപ്രൂവൽ വാങ്ങിച്ചിരിക്കുക. ഗവൺമെൻറ് അപ്രൂവലൊക്കെ തന്ന്, പക്ഷേ ആ സ്ഥലത്തിൻ്റെ തൊട്ട് മുമ്പിൽ എൻ്റെ ഫ്രണ്ടേജ് അതിൻ്റെ റൈറ്റ് സൈഡ് പുറമ്പോക്കിൽ ഒരു അമ്പലം ചെറുതായിട്ട് ആൾക്കാരൊക്കെ കൂടി കെട്ടിവെച്ചിരിക്കുക. വെറുതെ ഒരു രൂപം വെച്ച്, ഗണപതിയുടെ രൂപം വെച്ച് അങ്ങനെ കെട്ടിയിരിക്കുക. അത് അമ്പലം ആ സൈഡിലുണ്ട്. അത് ഞാൻ മാനിക്കുന്നുണ്ട്, അവരുടെ വിശ്വാസത്തിന് മാനിക്കുന്നുണ്ട്. ആ ഷെഡൊക്കെ അവർ എന്നോട് ഡൊണേഷൻ ചോദിച്ചപ്പോൾ ഈ ഷെഡൊക്കെ ഞാൻ തന്നെയാണ് പണിഞ്ഞു കൊടുത്തത്. പക്ഷേ ഇവരെന്ത് ചെയ്ത് എൻ്റെ ഫ്രണ്ടേജ് എല്ലാം ഇങ്ങനെ കംപ്ലീറ്റ് അവർ കയ്യേറിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പോയി അവിടെ ക്ലീൻ ചെയ്യാൻ പോയാലും ഇവർ പ്രശ്നം ഉണ്ടാക്കും. ഇത് അമ്പലത്തിൻ്റെ സ്ഥലമാണെന്ന്. അമ്പലം ഇരിക്കുന്ന ആ മൂലയ്ക്കാണ്, പക്ഷേ എൻ്റെ ഫ്രണ്ടേജ് മൊത്തം ഇവരെടുത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഞാൻ മതിൽ കെട്ടി വെച്ചിരിക്കുക. അതിൻ്റെ മുമ്പിലെല്ലാം ഇവരെടുത്തെടുത്ത് അങ്ങോട്ട് കയറാൻ സമ്മതിക്കില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷേ എനിക്ക് അപ്രൂവൽ കിട്ടിയപ്പോഴത്തേക്ക് റോഡും ഡ്രെയിനേജും വന്നത് ഈ മതിൽ പൊളിച്ച് മെയിൻ റോഡിലേക്ക് വരണം, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടേജ് അടച്ചിട്ടിരിക്കുക. ഞാൻ ഇതിങ്ങനെ കുറേ വിചാരിച്ചുകൊണ്ടിരിക്കുക, ഇത് പ്രശ്നമാവും, എന്ത് ചെയ്യും. ഇവരെന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. പാർട്ടിക്കാർ ഇവരെല്ലാം കൂടി അവിടെ ഒന്നാമത് കാശ് വാങ്ങിക്കാനും ഇത് ലീഗലി ഇല്ല, ഇല്ലീഗലായിട്ട് വെച്ചിരിക്കുക. അപ്പം ഞായറാഴ്ചയാണ് ആ റോഡ് പണിയെല്ലാം തീർന്ന് എനിക്ക് അപ്രൂവലിന് ഇൻസ്പെക്ഷൻ വരും. അതിനു മുമ്പ് ഈ ഡ്രെയിനേജ് വർക്ക് തീർക്കണം, ഈ മതിൽ പൊട്ടിച്ച് ഇതെല്ലാം ക്ലീൻ ചെയ്ത് ഇങ്ങോട്ട് വരണം. ഞാനിത് 3-4 ആഴ്ചയായിട്ട് ഇങ്ങനെ ഓർത്തിട്ട് ഇത് വലിയ പ്രശ്നമാവുമല്ലോ. ഒന്നാമത് നമ്മൾ ഇവിടെ പ്രാർത്ഥന നടത്തുന്നു, അതിന് എതിർപ്പാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിൽ അവിടെ ഞായറാഴ്ച എൻ്റെ കോൺട്രാക്ടർ വിളിച്ചിട്ട് പറഞ്ഞ് നാളെ ഇൻസ്പെക്ഷൻ വരും, ഇന്ന് ഈ മതിൽ പൊളിച്ച് ഇത് ക്ലീൻ ചെയ്ത് ഡ്രെയിനേജ് ഇങ്ങോട്ട് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അന്ന് പ്രാർത്ഥനയാണ്, ഞായറാഴ്ച പ്രാർത്ഥനയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച ആൾക്കാരെല്ലാം കൂടി 100 കൂടുതൽ ആൾക്കാർ വരും. നേരെ എൻ്റെ കോമ്പൗണ്ടിൽ കയറി പ്രശ്നം ഉണ്ടാക്കിയത് ഞാൻ പൊളിച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും. അവിടെയാണ് ഈ പ്രാർത്ഥനയ്ക്ക് ആളും കൂടി ഇരിക്കുക നടക്കും. അപ്പോൾ ആരെങ്കിലും വിളിക്കണമല്ലോ എന്ന് ഞാൻ ഇങ്ങനെ മനസ്സിൽ അവിടെ നിന്നുകൊണ്ട് കൊന്ത കയ്യിലുണ്ട്. ആരെ വിളിക്കാൻ? ഇനി DMK-കാരെ വിളിക്കണം, പാർട്ടിക്കാരെ വിളിക്കാനാണ്? ഇല്ല, പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്താൽ പോലീസ് പറയും ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കേണ്ടതെന്ന് പറയും, നീ ഒന്നും ഇപ്പോൾ പൊളിക്കേണ്ട, ഇത് ആൾക്കാരായിട്ട് പ്രശ്നമൊന്നും ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെ വിളിക്കും ദൈവമേ
ഞാനാണെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് കയറണം 11:30 മണിക്ക് 12 മണിക്ക് എൻ്റെ ശുശ്രൂഷയാണ്. അപ്പോൾ 11:30 മണിയായി. ഇവിടെ അകത്ത് കയറുമ്പോൾ ഇവന്മാരെല്ലാം കൂടി അകത്ത് കയറിയിട്ട് പ്രശ്നം ഉണ്ടാക്കുമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ആരാധന വയ്ക്കാൻ ദിവ്യകാരുണ്യം തിരുവോസ്തി കൊണ്ടുവരുന്നത് അച്ഛനാണ്. അവിടെ അമൽ ഫാദറാണ് കൊണ്ടുവരുന്നത്. അതൊക്കെ ദൈവം അനുഗ്രഹിച്ച് ഒരു ആത്മീയരുടെ പ്രാർത്ഥനയ്ക്ക് ആരാധന വയ്ക്കാമെന്ന് പറഞ്ഞാൽ അത് മാതാവ് തന്നെ സഹായിച്ചതാണ്. ഞാൻ നോക്കുമ്പോഴത്തേക്ക് ജീപ്പിൽ അച്ഛൻ ഇങ്ങനെ പോകണം. അപ്പോഴാണ് ഓർമ്മ തന്നെ, വലിയ ആൾ ഈശോനേക്കാളും വലിയ ആളാരും ഇല്ലല്ലോ. ഈശോയിലെ അകത്തിരിക്കുന്ന ഈശോയേക്കാളും വലിയ ആളില്ലെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് JCB-കാരനോടും കോൺട്രാക്ടറോടും പൊളിച്ച് പണിയെന്ന് പറഞ്ഞു ഞാൻ. അതാണ് ബോധ്യം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പൊളിക്കാൻ പറഞ്ഞിട്ട് ഞാൻ നേരെ അവിടെ നിന്ന് ഒരു 200 മീറ്ററേ ഉള്ളൂ എൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറി. ഞാൻ പ്രാർത്ഥനയ്ക്കകത്ത് കയറി, പ്രാർത്ഥനയ്ക്ക് കയറിയില്ല. അവിടെ എൻ്റെ മാനേജർ വിളിച്ച് ഒരു 100-110 പേര് ആൾ കൂടി, പെണ്ണുങ്ങളും ആണുങ്ങളും വന്ന് കൂടി പ്രശ്നമാണ്. അവിടെ പോലീസ് വന്നെന്ന് പറഞ്ഞു. പോലീസ് എന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാനേജറോട് പറഞ്ഞു, ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാന്ന് ചോദിച്ചു. ഇല്ല, പറഞ്ഞിട്ടില്ല എന്ന്. നീ പറ, ഞാൻ ഒരു 1:30 മണിക്ക് അവിടെ വരാമെന്ന്, എൻ്റെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വരാമെന്ന്. അവിടെ പ്രശ്നം നടക്കുക. അവർ അവിടെ ഭയങ്കര ബഹളമാണ്. അമ്പലം പൊളിച്ചിട്ടൊന്നുമില്ല. അമ്പലം അവിടെ ഇരിക്കുക. സ്ഥലം എൻ്റെ മതിലാണ്, അത് പൊളിച്ചു. അപ്പോൾ ഇവർ പ്രശ്നമൊക്കെ വലിയ അകത്ത് കയറിയിട്ട് വലിയ പ്രശ്നമാണ്. ഞാൻ എന്ത് ചെയ്തത്, ഇതൊന്നും ആരെയും അറിയിച്ചില്ല. നേരെ അകത്ത് പോയി ആരാധന എഴുന്നള്ളിച്ച് വെച്ച് ആരാധിപ്പിക്കുന്നത് ഞാനാ. അവിടെ ആരാധിപ്പിച്ച് എൻ്റെ സ്പീച്ചും കൊടുത്ത് ഞാൻ പുറത്ത് വന്ന് അതിപ്പോൾ വിസ്തരിക്കാൻ പറ്റില്ല. ഇപ്പോൾ പ്രശ്നം എന്തായി, അത് മൊത്തം പ്രശ്നം സെറ്റിലായി. അത് ക്ലീനായി. അതവിടെ ഡ്രെയിനേജും കെട്ടി. ഇവർ പിടിച്ചു വെച്ചിരിക്കുന്ന മൊത്തം സ്ഥലവും ക്ലീനായി എൻ്റെ ഇതിലേക്ക് വന്ന്. അത്രയ്ക്കുമാണ്. അതാണ് ദൈവമായിട്ടുള്ളൊരു ബോധ്യം. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല. ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊരു അനുഭവമാണ് നമുക്ക്. പക്ഷേ അനുഭവം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് യെശയ്യാ 43:2 നീ തീ കൂടി നടന്നു പോയാൽ നീ ചൂടേക്കില്ല. അതേപോലെ കടലിൽ കൂടി നടന്നാലും നീ മുങ്ങിപ്പോകില്ലെന്ന് ദൈവം വാഗ്ദാനം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ വാഗ്ദാനം നമുക്ക് അനുഭവമായിട്ട് മാറണമെങ്കിൽ നമ്മൾ തീ കൂടി ഒന്ന് നടന്നു നോക്കണ്ടേ. നമ്മൾ തീവ് കാണുമ്പോൾ തന്നെ നമ്മൾ പേടിച്ചിട്ട് മാറി നിൽക്കും. അതാണ് പ്രശ്നം. എൻ്റെ ദൈവം കൈപിടിച്ച് നടക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ തീ കൂടി നടന്നു പോകില്ല, നന്ദി പറഞ്ഞ് നടക്കില്ല. നമ്മൾ അകത്ത് പോയില്ലെങ്കിൽ എങ്ങനെയാണ് അനുഭവം കിട്ടുക? പിന്നെ പേടിച്ച് നിൽക്കും. തീയെ കാണുമ്പോൾ അന്ന് ഇത് തീയാണ്, മതിൽ പൊളിക്കാമെന്ന് ഞാൻ പറഞ്ഞ തീയാ. പൊളിച്ച് നോക്കിയപ്പോഴല്ലേ എനിക്ക് അനുഭവം കിട്ടിയ എനിക്ക് പൊള്ളലേക്കില്ല എന്ന്. പ്രൈസ് ദി ലോർഡ്. അത് ദൈവത്തെ നിങ്ങൾ മനസ്സിലാക്കണം. നീ തീ കൂടി നടന്നു പോയാൽ പൊള്ളലേക്കില്ലെന്നാണ് ദൈവം പറഞ്ഞേക്കാം. വെറുതെ തീയിൽ നിന്ന് മാറി നിന്നാൽ പൊള്ളലേക്കില്ലെന്നില്ല വാഗ്ദാനം. അപ്പം നിനക്കൊരു സഹനത്തിൽ കൂടി നടന്നു വരുമ്പോൾ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ദൈവം കൂടെയുള്ള അനുഭവം കിട്ടണമെങ്കിൽ സഹനത്തിൽ പിരിവുരുക്കാതെ സങ്കടപ്പെടാതെ നടന്നു പോകണം. ദൈവത്തെ കൂടെ വയ്ക്കുമ്പോഴാണ് നമുക്ക് പൂർണ്ണത കിട്ടണം. ആ ജീവിതം പൂർണ്ണതയിൽ ജീവിക്കണം. ഞാൻ വന്നത് ജീവനുണ്ടാകാനും അത് സമൃദ്ധിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ 10:10 പറയുന്നത് അത് നീ അപൂർണതയിൽ ജീവിക്കാൻ വേണ്ടിയില്ല, സമൃദ്ധിയിൽ ജീവിക്കണം. നിന്നെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് ആഗ്രഹം തോന്നിക്കണം ഈ ജീവിതം ഞാനും കൂടി ജീവിക്കണമെന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.